തെരുവ് നായ ശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് മലപ്പുറം തിരൂർ റെയിൽവേ സ്റ്റേഷൻ. ഓരോ ദിവസവും കുറഞ്ഞത് ഒരാൾക്കെങ്കിലും കടിയേൽക്കുന്ന സ്ഥിതിയാണ്. പരാതി പറഞ്ഞു മടുത്തുവെന്നാണ് നാട്ടുകാരും യാത്രക്കാരും പറയുന്നത്. ഇവിടുത്തെ സ്ഥിരാവസ്ഥ ഇത് തന്നെയാണ്. ഇങ്ങനെ ഉണ്ടാവും, പ്ലാറ്റ്ഫോമിൽ ഒരു 5-6 നായ്ക്കളുണ്ടാവും. ഇത് സ്ഥിരമുള്ളതാണ്. ഉത്തരവാദിത്തങ്ങൾ ഗവൺമെന്റ് അല്ലേ, നമുക്കെന്ത് ചെയ്യാനൊക്കും. കിടക്കുന്നത് ഡേഞ്ചർ തന്നെയാണ്. അത് ഒഴിവാക്കണം ഇവിടെ. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നും വല്ലാത്ത അസുഖങ്ങളൊക്കെ വന്ന് ചേരുന്നത്. പോകുമ്പോ അറിയാതെ ചവിട്ടിപ്പോയ ഒരു കടി കിട്ടും, അത് ഉറപ്പാ. മാറ്റണം. എപ്പോഴാണ് ഈ കടിക്കാന്ന് പറയാൻ പറ്റില്ല. സ്ത്രീകൾ തന്നെ ഭയപ്പെട്ടാണ് ഇത് നടന്നു വരും. ചിലപ്പോൾ മക്കളുണ്ടാവും, അവർ ഭയപ്പെട്ടാണ് കൂടെ നടന്നു വരും. നഗരസഭയ്ക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നാണ് സ്റ്റേഷൻ മാസ്റ്റർ പറയുന്നത്. പ്രശ്നമുണ്ടെന്നുള്ളത് നമുക്ക് അറിയുന്നു. കാരണം ദിവസത്തിൽ ഒരാളെങ്കിലും നായയുടെ കടി ഏൽക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഇവിടെയുള്ള നായശല്യം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് പാസഞ്ചേഴ്സ് കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ നമുക്കതിലൊരു ആക്ഷൻ എടുക്കാനുള്ളതില്ല. അത് നഗരസഭയാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് നഗരസഭയുടെ ഡ്യൂട്ടിയാണ്. ഇത് കട്ടയിലെന്ന് ഞങ്ങൾ പറഞ്ഞു വിടുന്നുണ്ട്. പക്ഷേ കാര്യമായിട്ടുള്ള ഒരു ആക്ഷൻ അവരുടെ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല. സോണൽ കൃഷ്ണയാണ് ചേരുന്നത്. സോണൽ, എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ഞാനുള്ളത് മലപ്പുറം തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നമുക്ക് ക്യാമറ ഒന്ന് തിരിച്ചാൽ കാണാം, ഈ പരിസരത്ത് ആകെ തെരുവ് നായ്ക്കളാണ്. സുഖമായി കിടന്നുറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതായത് സമാന രീതിയാണ് പ്ലാറ്റ്ഫോമുകളിലും ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. ഏത് നിമിഷവും യാത്രക്കാർക്ക് കടിയേൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നിലവിലെ സ്റ്റേഷൻ മാസ്റ്ററുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു ദിവസം ഒരാൾക്കെങ്കിലും തെരുവുനായ ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യം തിരൂർ റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ചുണ്ട്. ഇതിന്മേൽ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെ, അതായത് സ്റ്റേഷൻ മാസ്റ്റർ തന്നെ നഗരസഭയ്ക്ക് കത്തെഴുതുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ തെരുവുനായ ശല്യം രൂക്ഷമാണ് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. യാത്രക്കാരുൾപ്പെടെ പരാതിയുമായി രംഗത്തുണ്ട്. പക്ഷേ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്കകരമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ അധികാരികളെ സമീപിച്ചതാണ്. പക്ഷേ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളത് നിരന്തരമായി ഈ യാത്രക്കാരും അതുപോലെ തന്നെ സ്റ്റേഷനിലെ അധികൃതരും പറയുന്നുണ്ട്. എന്തായാലും ഈ തെരുവുനായ കടിക്കുന്ന സംഭവത്തിൽ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് സ്റ്റേഷൻ മാസ്റ്ററുടെയും യാത്രക്കാരുടെയും പ്രധാനപ്പെട്ട ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് ഷെഫി കർലായിക്കൊപ്പം പി സോണൽ കൃഷ്ണ, റിപ്പോർട്ടർ, തിരൂർ.